ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞാറ്റാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി പീനട്ട് ബട്ടറാണ്. പീനട്ട് ബട്ടർ നമ്മൾ കടകളിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ച് കൊടുക്കാറുണ്ട്, നമ്മൾ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അത് പലപ്പോഴും പ്രിസർവേറ്റീവ്സും കെമിക്കൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമുക്ക് കിട്ടാറുള്ളത്. എന്നാൽ സ്ഥിരമായിട്ടത് ഉപയോഗിക്കുന്നത് നല്ലതല്ല. എന്നാൽ വീടുകളിൽ തന്നെ നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ഈ പീനട്ട് ബട്ടർ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് പീനട്ടാണ്, അതായത് നിലക്കടല. നമ്മുടെ നാട്ടിലൊക്കെ കപ്പലണ്ടി എന്ന് പറയാറുണ്ട്. ഇതിപ്പോൾ 1 കപ്പ് നിലക്കടലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പീനട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ റോസ്റ്റ് ചെയ്തത് തന്നെയാണ്, ഉപ്പൊക്കെ ചേർത്ത് റോസ്റ്റ് ചെയ്ത പീനട്ടാണ്. പക്ഷേ നമ്മളിത് അങ്ങനെ വാങ്ങിച്ചതാണെങ്കിൽ കൂടി ഇത് നമ്മൾ ഒന്നുകൂടി ചൂടാക്കിയിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. അത് മാത്രമല്ല, നമ്മൾ തൊലിയോടുകൂടിയുള്ള പീനട്ടാണ് വാങ്ങുന്നതെങ്കിൽ അത് നമ്മൾ ഇതുപോലെ ഒരു പാനിനകത്ത് ഇട്ട് വറുത്തെടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാവുന്നതാണ്. ഇത് ഞാനിപ്പം കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന പീനട്ട് നമ്മൾ 1 കപ്പോളം ഉണ്ടായിരുന്നു. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കാം. അത് ഞാൻ ഒന്ന് ജസ്റ്റ് ചൂടാക്കുന്നതേ ഉള്ളൂ. ഏകദേശം ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തണുത്ത ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ പീനട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് തേനാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 സ്പൂൺ തേന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മധുരത്തിൻ്റെ അനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ തേനില്ലെങ്കിൽ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. മധുരത്തിൻ്റെ ആ അളവനുസരിച്ച് നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി കൂടുതൽ മധുരം ഇഷ്ടമാണെങ്കിൽ ഒരല്പം മധുരം അങ്ങനെ അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പൊതുവേ പീനട്ട് ബട്ടറിന് അധികം മധുരം ഉണ്ടാവാറില്ല, ചെറിയൊരു ഉപായം മധുരമേ ഇതിനകത്തിൽ വരാറുള്ളൂ. ഒത്തിരി അങ്ങ് മധുരം ചേർക്കാറില്ല. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ മധുരമുള്ള ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇനി ഇതിനകത്തിൽ ചെറിയൊരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തിലിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത പീനട്ട് ആയതുകൊണ്ട് ഇതിനകത്തിൽ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾ തൊലിയോടുകൂടി വാങ്ങിച്ച് നിങ്ങൾ തന്നെ അത് വറുത്തെടുക്കുന്ന പീനട്ടാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കണം. ഇനി ഞാനിത് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാൻ പോവുകയാണ്. ഇത് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സിയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് കറക്കിയെടുത്തപ്പം ഇത് ഇത്രയും ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് സ്പൂൺ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് നീക്കിയിട്ട് കൊടുക്കണം. ഇങ്ങനെ നീക്കിയിട്ട് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും ഒന്നുകൂടെ മിക്സിയിൽ ഒരു 3-4 മിനിറ്റ് നമ്മളിത് അരച്ചെടുക്കണം. അന്നേരം ഇത് കുറേ കൂടെ ഇതൊന്ന് നന്നായിട്ട് പൊടിഞ്ഞ് ഇതൊന്ന് കുഴങ്ങി വരും. ഇതിൻ്റെ ഓയിലൊക്കെ ഒന്ന് ഇറങ്ങി വരും. രണ്ടാമത് ഞാനിപ്പോൾ ഒന്നുകൂടി അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കുഴഞ്ഞ് ഒന്ന് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനിയിപ്പം നമ്മൾ ഇത് ഒരു 2-3 മിനിറ്റോളം നിർത്താതെ നല്ല ഹൈ സ്പീഡിൽ ഒന്നുകൂടി അരച്ചെടുത്തുകൊണ്ട് വരണം. അപ്പം നല്ല പേസ്റ്റ് പോലെ ഇത് അരഞ്ഞ് കിട്ടും. ഇപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തെ ഓയിൽ മുഴുവനും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിന് ബട്ടറെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. വേറെ ഒന്നും ഇതിനകത്ത് വേറെ ഒരു ഓയിലോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇത് നല്ല പീനട്ട് ബട്ടറായിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യമേ ഒന്ന് ജസ്റ്റ് കറക്കി എടുക്കുമ്പോൾ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും. അതിന് ശേഷം പിന്നെ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ സൈഡിലെല്ലാം സ്പൂൺ വെച്ച് കോരിയിട്ട് എല്ലാം ഒന്നുകൂടെ ഇളക്കി കൊടുത്ത ശേഷം രണ്ടാമത് ഒന്നുകൂടെ പൊടിക്കുമ്പം അത് കുറച്ചുകൂടെ കുഴഞ്ഞ് വരും. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഹൈ സ്പീഡിൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് നിർത്താതെ അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കി
ബാക്കിയുള്ള ഓയിലും കൂടി ഇറങ്ങി ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടുവാനിടയായി തീരും. പിന്നെ നമ്മൾ വാങ്ങുന്ന പീനട്ടിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഓയിൽ ഇങ്ങനെ ഇറങ്ങി ഇത്രയും പേസ്റ്റ് പോലെ ആയി കിട്ടുന്നത്. ചില പീനട്ടുകളൊക്കെ നമ്മൾ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പീനട്ടുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് ഇത്രയും നന്നായിട്ട് ഓയിൽ ഇറങ്ങി ഇങ്ങനെ ഇത്രയും ക്രീമി ആയിട്ട് കിട്ടാൻ ഇച്ചിരി പ്രയാസം വരുന്ന പീനട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കട്ടിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇച്ചിരി സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ വല്ലതും ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കട്ടി കുറച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അന്നേരം നല്ല പേസ്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. നോർമലി നമുക്ക് നല്ല പീനട്ടാണെങ്കിൽ നമ്മൾ അരച്ച് അത് മാത്രം മതി, വേറെ ഒന്നും ചേർക്കണ്ട. ഇങ്ങനെ അരച്ച് ചേർക്കാം. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലേവർ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു പീനട്ടിൻ്റെതായ ഒരു ഇപ്പോൾ ഇങ്ങനെ എടുത്താലും നമുക്ക് ഒറിജിനൽ പീനട്ട് ബട്ടർ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് കഴിക്കാം. അതിനേക്കാട്ടിലും നല്ല ടേസ്റ്റിലാണ് നമുക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്നത്. അതുമാത്രമല്ല ഇച്ചിരി ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി വാനില എസൻസ് ഒരു 2 തുള്ളി വാനില എസൻസ് കൂടി ഇതിനകത്ത് ചേർത്താൽ നല്ലതാണ്. ഇപ്പം ഞാനൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പീനട്ട് വേറൊന്നും നമ്മളിതിനകത്ത് ചേർക്കത്തില്ല. ഈ പീനട്ട് മാത്രമാണ്, ഈ നിലക്കടല അതായത് കപ്പലണ്ടി മാത്രമാണ് നമ്മൾ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ അരച്ചെടുക്കുമ്പം നമുക്ക് ഇതുപോലെ ക്രീമി ആയിട്ട് നമുക്ക് കിട്ടും. നമ്മൾ കടയിൽ നിന്നൊക്കെ പോയി നല്ല അന്യായ വില കൊടുത്ത് നമ്മൾ ഈ നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ആണെന്ന് പറഞ്ഞാലും ഇതിനകത്തെല്ലാം പ്രിസർവേറ്റീവ്സ് ചെയ്യുന്നുണ്ട്. നമുക്കത് സ്ഥിരമായിട്ട് നമ്മളത് കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. എന്നാൽ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല ടേസ്റ്റിയായിട്ട് കുഞ്ഞുങ്ങൾ കഴിക്കുകയും ചെയ്യും. അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഇത് ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നമുക്ക് തൂത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതൊന്ന് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.